മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളികളുടെ മനസ്സിൽ കാൽവരിയുടെ കനകച്ചിലങ്ങിയ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച കവി. ഒരു കാലത്ത്, അതായത് കവിതകൾ സംസ്കൃത പണ്ഡിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് കരുതിയിരുന്ന സമയത്ത് സാധാരണക്കാരന്റെ കവിതയെ പറിച്ചു നട്ട കവിയാണ് ചങ്ങമ്പുഴ. 1911 ഇടപ്പള്ളിയിൽ ജനിച്ച ചങ്ങമ്പുഴ തന്റെ ചുരുങ്ങിയ 37 വർഷത്തെ ജീവിത തപസ്യ രമണൻ, പൂമാല, കാവ്യനഗരി, ബാഷ്പാഞ്ജലി, മേഘസന്ദേശം തുടങ്ങി ഒട്ടനവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. തന്റെ കവിതാ സമാഹാരമായ വാഴക്കുലയിലൂടെ കവി സമൂഹ മനസ്സാക്ഷിയോട് ഒരു കഥ പറഞ്ഞു. ഒരു മലയപ്പുലയന്റെയും അയാളുടെ കുടുംബത്തിന്റെ. മലയപ്പുലയനും ഭാര്യ അഴകിയും കൂടി നല്ല മഴക്കാലത്ത് തന്റെ കുടിലിന്റെ മുറ്റത്ത് ഒരു ചെറു വാഴത്തന്നെ നട്ടു. അവനും കുടുംബവും അതിനെ ഓമനിച്ച് വളർത്തി അത് കുലച്ചു. ആ വാഴക്കുല വളർന്ന് മൂപ്പെത്തുന്നത് കാണാൻ കുട്ടികൾ കൊതിയോടെ കാത്തിരുന്നു. അതുവഴി വന്ന തേനി ആ വാഴക്കുല വെട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കാൻ ആജ്ഞാപിച്ചു. ഈ മലയപ്പുലയെയും കുടുംബത്തിനെയും അതീവ ദുഃഖത്തിലിറക്കിയ ആ കവിത ഇതാ ഇവിടെ അവതരിപ്പിക്കുന്നു.
നിന്നെ കരിനാട്ടിക്കൊണ്ട് ഒന്നും പറയാതെ കുറെ പഴുത്തിട്ട് നിങ്ങൾ ആറ് കാണാണ്ട് ഞാൻ പാത്തു പോയി അതിൽ പകുതിയും ഒറ്റയ്ക്ക് ഞാൻ കട്ടെത്തിന്നു. എനിക്ക് പണം തിന്നാൻ ഒത്തിരി കൊതിയായി. Change.
ചങ്ങമ്പുഴയിൽ കവിത എഴുതുന്നത് 1930-കളിലാണെങ്കിലും ഈ കലാസൃഷ്ടിയും അതിലെ കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ജീവിതത്തിൽ എന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെടുകയും അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു. ഈ കുരുന്നു പ്രതിഭകൾ ഇന്നിവിടെ അവതരിപ്പിച്ച ഈ കലാസൃഷ്ടി ഇത്തരം അവസ്ഥകൾക്കെതിരെ പ്രതികരിക്കാനുള്ള പ്രചോദനം നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നമുക്കിനി ഈ കലാകാരന്മാരെ പരിചയപ്പെടാം. കവിത വായിച്ചവർ കാവ്യ, നിരഞ്ജന, അനു, ജന്മി ആൻ, കാര്യസ്ഥൻ ഡെന്നിൻ, കുട്ടികളായ അഭിനയിച്ചത് ആര്യൻ, അനഞ്ചല, അച്ചു, വൈഷ്ണവി, അഴകി നിധി ആൻഡ് മലയൻ ആദി. ഈ കലാസൃഷ്ടിക്ക് നേതൃത്വം കൊടുത്ത മേരി ടീച്ചറിനെ, സനി സാറിനെ, അതേപോലെ തന്നെ ശബ്ദവിസ്താരം നിർവഹിച്ച രഘുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു.